നമസ്കാരം, ഞാൻ വിനോദ്. ഫൈനാൻസ് സ്റ്റഡീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഭിന്നസംഖ്യകളാണ് പഠിച്ചത് അല്ലേ? ഭിന്നസംഖ്യകളുടെ സങ്കലനം, വ്യവകലനം ഇതെല്ലാം പഠിച്ചു. ഇന്ന് നമുക്ക് ഗുണനമാണ് പഠിക്കേണ്ടത്. നമുക്ക് നോക്കിയാലോ. 5ൽ 3 × 7ൽ 4 ഗുണനം വളരെ എളുപ്പമാണ്. എങ്ങനെയാ? ഈ അംശം തമ്മിൽ ഗുണിച്ച് ഇങ്ങോട്ട് എഴുതണം. 4 × 3 12 ഡിവൈഡഡ് ബൈ 7 × 5 35. ഇതിനെ ഇനി ചെറുതാക്കാമോ എന്ന് വെട്ടിക്കുറിച്ച് ചെറുതാക്കാൻ പറ്റുമെന്ന് നോക്കണം. പറ്റില്ല. 3ന്റെ ഗുണിതം 12, പക്ഷെ 35ന്റെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ 5 കൊണ്ട് 35നെ പറ്റും, 12നെ പറ്റില്ല. അങ്ങനെ 7 കൊണ്ടോ 35നെ പറ്റും, 12നെ പറ്റില്ല. അപ്പം പൊതുവായിട്ട് വെട്ടിക്കുറിച്ച് നമുക്ക് ഇഷ്ടമില്ലാതെ എഴുതാൻ പറ്റില്ല. അപ്പൊ ഇത്രയും ലഘൂകരിക്കാൻ പറ്റില്ല. അപ്പൊ ഇതാണ് 35, 12. അടുത്ത നോക്കൂ. 5 × 1 × 4 × 2 × 3 1. ഇത് നോക്കാം. 1 × 2 2, 2 × 1 2 തന്നെ ഗുണിച്ചു. ഇനി ഛേദവും ഗുണിക്കണം. 4 20, 23 60 അല്ലേ? നമ്മൾ 12ന്റെ 60 കിട്ടിയില്ലേ? ഇനി ഇത് വെട്ടിക്കുറച്ച് ചെറുതാക്കാവോ? നോക്കിക്കേ. 2 ഈ 60 2ന്റെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ അല്ലേ? എങ്ങനെയാ പറഞ്ഞേ? ഒറ്റയുടെ സ്ഥാനത്ത് 0, 2, 4, 6, 8 ഇതിൽ ഏതെങ്കിലും വന്നാൽ 2 കൊണ്ട് നിശേഷം ഹരിക്കാം അല്ലേ? അപ്പൊ മുകളിൽ 2 കിടക്കണം. അപ്പൊ 2ൽ 2 എത്ര പ്രാവശ്യം ഉണ്ട്? ഒരു പ്രാവശ്യം. 60ൽ 2 എത്ര പ്രാവശ്യം ഉണ്ട്? 30 പ്രാവശ്യം. അപ്പം ഉത്തരം 30ൽ 1. ഇങ്ങനെ നമുക്ക് ലഘൂകരിച്ച് എഴുതാമെങ്കിൽ അങ്ങനെ എഴുതണം, ഇല്ലെങ്കിൽ ഇതുപോലെ എഴുതണം. അടുത്ത് നോക്കാം. ഇതൊക്കെ 8ൽ 7 × 2ൽ 1 × 3ൽ 1. ഇതെങ്ങനെ എഴുതാം? കേട്ടോ. 7 × 1 7, പിന്നെ ഒന്നും കൂടെ 7 × 1 7 തന്നെ അല്ലേ? 7 × 1 × 1 7 തന്നെ. അടിയിൽ ഛേദങ്ങൾ ഇൻറ്റു ചെയ്ത് 8 × 2 16, 16 3 48 അല്ലേ? 48 എന്ന് കിട്ടി. ഇനി ഇത് 7 ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 7ന്റെ പട്ടിക ചൊല്ലി കഴിഞ്ഞാൽ നമുക്ക് 48 കിട്ടുമോ? ഇല്ല. 7 7 49 ആയി പോകും. അപ്പം ഇതിനെ വെട്ടിക്കുറയ്ക്കാൻ പറ്റില്ല. ഇങ്ങനെ തന്നെ ഉത്തരം എഴുതിയാൽ മതി. ഗുണനം എളുപ്പമല്ലേ? അടുത്ത് നോക്കിയേ. 5ൽ 4ന്റെ 7ൽ 3 ഭാഗം എത്രയാണ്? 5ൽ 4ന്റെ 7ൽ 3 ഭാഗം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഓർക്കണ്ട. നോക്കിയേ. 5ൽ 4 × 7ൽ 3 എന്ന് ചെയ്താൽ മതി. ഇങ്ങനെ പരീക്ഷകൾക്കൊക്കെ ചോദിക്കാറുണ്ട്. 5ൽ 4ന്റെ 7ൽ 3 ഭാഗം എത്ര? അപ്പൊ ഇങ്ങനെ ഇൻറ്റു ചെയ്താൽ മതി. അപ്പൊ എങ്ങനെ എഴുതാം? 3 12 ഡിവൈഡ് ബൈ 7 35. 35 12. അതിനെ ചെറുതാക്കാൻ പറ്റില്ല. നമ്മൾ നേരത്തെ നോക്കി കണ്ടു അല്ലേ? ഇത് 35 12 ആണ്. 5ൽ 4ന്റെ 7ൽ 3 ഭാഗം എന്ന് പറയുന്നത് 35ൽ 12 ആണ്. അപ്പൊ ഇതെങ്ങനെയായിരിക്കും? 27ൽ 3 × 9ൽ 3. ഇതിന്റെ ലഘുരൂപം ഏതാണ്? അപ്പൊ ലഘുരൂപം ഇവിടെ വെച്ച് തന്നെ വെട്ടി കുറയ്ക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ചെയ്യാം. ഈ 3ഉം 9ഉം കൂടെ വെട്ടി കളയാം അല്ലെ? 3 3ൽ ഒരു പ്രാവശ്യം, 3 9ലോ 3 പ്രാവശ്യം. ഇനി എന്തെങ്കിലും വെട്ടാവോ? ഈ 3ഉം ഈ 3ഉം വെട്ടിക്കളയാം. അപ്പൊ എത്ര പ്രാവശ്യം? ഒരു പ്രാവശ്യം. പിന്നെ ഏതുണ്ട് ബാക്കി? അടിയിൽ ഒരു 27 ഉണ്ട്, മുകളിൽ ഒരു 1 ഉണ്ട്. അപ്പൊ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി വെട്ടി കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ 27 3 × 9ൽ 3ന്റെ ലഘുരൂപം എത്രയാണ്? അടിയിലുള്ള 27ഉം മുകളിൽ ഒരു 1 ഉള്ളൂ അല്ലെ? 1/27. ഇങ്ങനെ ഇവിടെ വെച്ച് തന്നെ വെട്ടി കുറയ്ക്കാമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ ഇൻറ്റു ചെയ്ത് എഴുതിയാൽ മതി. അപ്പം ലഘുരൂപം കണ്ടുപിടിക്കാനുമായി മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചു. ഇത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ഹരണം പഠിക്കാനുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ ഏവർക്കും നന്ദി.